മറ്റു വാർത്തകൾ നോക്കാം. എറണാകുളത്ത് വീണ്ടും പോലീസ് മർദ്ദനമെന്ന് പരാതി. കസബ സിഐ അകാരണമായി മർദ്ദിച്ചതായാണ് പരാതി. കാക്കനാട് സ്വദേശി റിനീഷിനാണ് മർദ്ദനമേറ്റത്. മുഖത്തടിക്കുകയും ലാത്തി കൊണ്ട് കാലിലടിക്കുകയും ചെയ്തതായി പരാതിക്കാരൻ പറഞ്ഞു. ഇല്ല, നമ്മൾ ഇരിക്കണായിരുന്നു നോർത്ത് പാലത്തിൻ്റെ അടിയിൽ. തണലൊക്കെ ചൂട് ഉച്ചയ്ക്ക് ഒരു 12:15 ആ ടൈമിൽ. ആ സമയത്താണ് വന്നത്. മഫ്തിയിലായിരുന്നു. ചോദ്യം ചോദിച്ചു, ഇവിടെ എന്തിനിരിക്കണേ? ഞാൻ പറഞ്ഞു, വെറുതെ തണൽ ചൂട് കൊണ്ട് വന്നിരുന്നതാണ്. എവിടെ വീട്? കാക്കനാട്. കാക്കനാടുള്ള എറണാകുളത്ത് എന്തിനാ വന്നിരിക്കണത്? ഞാൻ പറഞ്ഞു, സാറേ എനിക്കിവിടെ ഇരിക്കാൻ പാടില്ല എന്നൊന്നും അറിയില്ലായിരുന്നു. മൊബൈൽ വരാൻ പറഞ്ഞാൽ തരില്ല എന്ന് പറഞ്ഞു. ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. നിന്ന് കൊടുത്തപ്പോഴാണ് ചൂരെല്ലാം അടിക്കണത്. പിന്നെ അതുകൊണ്ട് മോത്തിട്ട് അടിയായിരുന്നു. അവിടെ ഒരു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നിട്ട് ആ മെട്രോ പില്ലറിൻ്റെ താഴെ നിന്നിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണേ. വെറുതെ അടിച്ചു. അപ്പോൾ എനിക്ക് നമ്മൾ സാധാരണക്കാരന് ഇങ്ങനെയൊക്കെ തല്ലണ ഒരു ഭയങ്കര വിഷമമായി എനിക്ക്. ഞാൻ സാറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, സാർ എന്നെ എന്തിനെങ്കിലും പിടിച്ചിട്ടാണ് തല്ലണോണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇതെനിക്ക് ശരിക്കും നിങ്ങളോടുള്ള മതിപ്പ് വരെ ഇല്ലാതായി പോണെന്ന് പറഞ്ഞു. ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, ഒരു ബഹുമാനം ഇല്ലാണ്ടായി പോണേ. എത്ര സാധാരണക്കാരനെ ഇതേപോലെ തല്ലു കിട്ടിയിട്ടുണ്ടാവും. അവർ പറയാത്തതുകൊണ്ടായിരിക്കും നമ്മൾ അറിയാത്തത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എങ്ങാനും എനിക്ക് തല്ലു കിട്ടുന്നതായിട്ടാണെങ്കിൽ ഞാൻ പറയും, നീ എന്തുകൊണ്ട് പണ്ട് നേരത്തെ ഇതേപോലെ ഇടിയിട്ടിട്ട് പറഞ്ഞില്ല എന്ന് പറയും. ഞാൻ പറയാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒട്ടും ഇവിടെയൊക്കെ വേദന എടുക്കണേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വീണ്ടും രാത്രി ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വീണ്ടും പോയി. ഇവിടെ രാത്രി അഡ്മിറ്റായി. ഇപ്പോഴും ഇവിടെയൊക്കെ വേദനയാണ്. അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ഛർദ്ദിച്ച്, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഛർദ്ദിച്ച് അടി കൊണ്ടിട്ട് എനിക്ക് ഇവിടെയൊക്കെ മരവിച്ച്. ഞാൻ ആ സാർമാരുടെ അടുത്ത് പറഞ്ഞു, സാറേ ഇവിടെയൊക്കെ മരവിച്ചിരിക്കണേന്ന് പറഞ്ഞു. ഛർദ്ദിക്കണ കണ്ട് എനിക്ക് ഒട്ടും വയ്യാണ്ടായപ്പോഴാണ് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അതേസമയം പരാതി അടിസ്ഥാനരഹിതമാണെന്ന് സിഐ വ്യക്തമാക്കി. കൊച്ചിയിൽ നടക്കുന്നത് പോലീസ് രാജാണെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ്. കമ്മീഷണറോട് പരാതി നൽകിയിട്ട് പോലും നടപടിയില്ല. പാർട്ടി സംരക്ഷിക്കുമെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ പെരുമാറുന്നതെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. പോലീസിന്റെ ഗുണ്ടാരാജാണ് കൊച്ചിയിൽ കാണാൻ കഴിയുന്നത്. നിയമപാലകരായിട്ടുള്ള ആളുകൾ നിയമം കയ്യിലെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്, 29 വയസ്സുള്ള റനീഷ്. നോർത്ത് അവിടെ വെള്ളം കുടിച്ചതിന് ശേഷം അവിടെ വിശ്രമിക്കുന്ന സമയത്താണ് പോലീസ് വന്ന് അകാരണമായി അദ്ദേഹത്തെ ലാത്തി കൊണ്ടടിക്കുകയും അടിച്ചപ്പോൾ തന്നെ ലാത്തി ഒടിഞ്ഞു പോയി. അപ്പോൾ എത്ര ശക്തിയായിട്ടായിരിക്കും അടിച്ചിരിക്കുക പയ്യൻ്റെ ശരീരത്തിൽ. മുഖത്ത് 4 പ്രാവശ്യമാണ് തുടരെ അടിച്ചത്. അപ്പോൾ ഒരു കാരണവശാലും പോലീസ് മാനുവലിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പോലീസിന് DGP കൊടുത്തിരിക്കുന്ന സർക്കുലറിന് പുല്ലുവിലയാണ് പോലീസുകാർ കൽപ്പിക്കുന്നത്.